ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ദൈവകൃപയാൽ യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എങ്ങനെയാണ് ഒരു ശിഷ്യനായിരിക്കേണ്ടത്, ശിഷ്യത്വം എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഗൗരവമായ ആലോചനയില്ലാതെയാണ് വിശ്വാസ ജീവിതം നാം പലപ്പോഴും നയിക്കുന്നത്. നമ്മുടെ മുൻപിൽ എല്ലാം സാധിച്ചു തരുന്നൊരു ദൈവവും ആ ദൈവത്തെ അനുസരിക്കുന്നവർക്കും ദൈവേഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവർക്കും എല്ലാം സൗഭാഗ്യപൂർണമായി തീരുമെന്ന ഉറപ്പുമാണ് വിശ്വാസത്തിൻ്റെതായി നാം ധരിച്ചിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം പിതാവ് നിങ്ങൾക്ക് തരും എന്ന ഒരു വാഗ്ദാനത്തെ, ആ ഒരു വാക്യത്തെ മാത്രം എടുത്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യവും പ്രയോഗ സാധ്യതയുമായി മനസ്സിലാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നവയാണ് മിക്കവാറും സുവിശേഷ പ്രഘോഷണങ്ങൾ. ശിഷ്യത്വം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നതെന്നും എങ്ങനെയാണ് ഉത്തമനായ ശിഷ്യനായിരിക്കാൻ കഴിയുകയെന്നും വ്യക്തമായ ധാരണയോ ബോധ്യമോ വിശ്വാസികൾക്കില്ല എന്ന് വേണം കരുതാൻ. വിശ്വാസം പഠിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ വിശ്വാസം പ്രയോഗവൽക്കരിക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകളാണ് ഇത്തരത്തിൽ നമ്മെ അന്ധരാക്കി മാറ്റുന്നത്, യഥാർത്ഥ ജീവിതത്തെ തള്ളിക്കളഞ്ഞ് ലോകാനുരൂപികളായി മാറാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്ന് പറയുന്നത് കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ മാനുഷികതയുടെ ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ട, പ്രകൃതത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു ഭാവാത്മകതയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നതായി നാം തിരിച്ചറിയണം. യേശു കുരിശിൽ മരിച്ച് ഉദ്ധിതനായി ആത്മാവിനെ നമുക്ക് നൽകുമ്പോൾ ഒരു പുതിയ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ യേശുക്രിസ്തുവിനോടൊപ്പം ലോകത്തിനും പാപത്തിനും മരിച്ച് ഉദ്ധിതരാവുകയാണ്. പ്രപഞ്ചത്തിലെ മൂലഭൂതങ്ങൾക്ക് നമ്മൾ അങ്ങനെ മരിച്ചവരാണെന്ന ബോധ്യത്തോടെ ലോക താല്പര്യങ്ങളെ മറികടന്ന് അപരോന്മുഖമായും ഭാവാത്മകമായും ജീവിക്കാൻ നമുക്ക് കഴിയണം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം എത്തിച്ചേരേണ്ടതുണ്ട്. വിശ്വാസത്തിന്റെ വഴികളിൽ പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്നത് താൽക്കാലിക വിജയങ്ങൾക്ക് വേണ്ടിയുള്ള, ലോകത്തിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു മാർഗമായി വിശ്വാസത്തെ നാം നോക്കിക്കാണുന്നു എന്ന നിലയാണ്. ഇത് തികച്ചും അബദ്ധമാണെന്ന് വിശ്വാസം പഠിപ്പിക്കുന്നവർക്കറിയാം. പക്ഷെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത് കാര്യം കാണാൻ ദൈവത്തിനെ പ്രീതിപ്പെടുത്തുക എന്ന സാമാന്യതയാണ്. ഇത് ക്രൈസ്തവ വിശ്വാസം സംബന്ധിച്ച് യുക്തിവിരുദ്ധമായ ഒന്നാണ്. ശിഷ്യത്വം എന്ന നമ്മുടെ അടിസ്ഥാന ഭാവത്തെ നഷ്ടപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 21-ാം തിരുവചനത്തിൽ ഈശോ പറയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനുമല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യം അവകാശമാക്കുക. സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം ഭരണം നടത്തുന്ന ഒരു ഹൃദയബോധത്തോടെ ആനുകാലിക ലോകത്ത് ജീവിതം ആരംഭിക്കണമെങ്കിൽ, അങ്ങനെ കൂടി അത് മനസ്സിലാക്കണം. മരണശേഷമുള്ള ഒരു സ്വർഗത്തെ, നിത്യതയെ മാത്രമല്ല ഭൗമികതയിൽ ക്രിസ്തുബോധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു വിളിയായി കൂടി ഈ സ്വർഗരാജ്യം പ്രാപിക്കുക എന്നതിനെ നാം തിരിച്ചറിയണം. അവിടെ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനുമല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റണം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ ആരംഭിക്കുന്ന തിരുവചനങ്ങൾ യേശു നൽകുന്ന പ്രബോധനങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് യേശു ഈ കാര്യം നമ്മോട് പറയുന്നത്. ഒരു പ്രബോധനപരമായ കാര്യമാണ്. സുവിശേഷത്തിന്റെ പ്രാരംഭ ഭാഗത്ത് മത്തായി സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങളിൽ അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് നാം ദൈവത്തിലായിത്തീരുക, എന്താണ് ദൈവേഷ്ടമെന്ന് അവിടെ പറയുന്നുണ്ട്. സുവിശേഷം നമ്മോട് പറയുകയാണ്, നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണെങ്കിൽ നിങ്ങൾ ഭാഗ്യപ്പെട്ടവരാണ്. എന്താണ് ആത്മാവിലെ ദാരിദ്ര്യം? ആത്മാവിലെ ദാരിദ്ര്യം പദാർത്ഥ സംബന്ധിയായ ദാരിദ്ര്യമല്ല, ഭൗമികമായ ദാരിദ്ര്യമല്ല. ഇത് പറഞ്ഞിട്ട് അനേകർ ആത്മാവിലെ ദാരിദ്ര്യം മതി, ഭൗമികമായി സുഖഭോഗങ്ങളിൽ വസിക്കാം. സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ പോലും നമ്മൾ സുഖമാർഗങ്ങളിലൂടെ, ഈ ലോകത്തിന്റെ താല്പര്യങ്ങളിലൂടെ ഒക്കെ നീങ്ങിപ്പോകുന്നതിന് അടിസ്ഥാനമായിട്ട് ഈ വചനത്തെ ഉപയോഗിക്കും. വാസ്തവത്തിൽ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് 2 ദാരിദ്ര്യങ്ങൾ കൂടിച്ചേരുമ്പോണ്ടാകുന്നതാണ്. പദാർത്ഥ സംബന്ധിയായ ദാരിദ്ര്യം നമുക്കുണ്ടാകണം. പദാർത്ഥ സംബന്ധിയായ ദാരിദ്ര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്?
മറ്റുള്ളവർക്കുള്ളവ നമുക്കില്ലാതെ വരുന്നു. എന്തുകൊണ്ടില്ലാതെ വരുന്നു? അത് ആത്മാവിൽ ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ്. ആത്മാവിലെ ദാരിദ്ര്യം എങ്ങനെയാണ്? ആത്മാവിലെ ദാരിദ്ര്യം ഞാൻ എന്റേതല്ലെന്നും ഞാൻ ദൈവത്തിൻ്റെതാണെന്നും ഞാൻ എനിക്ക് വേണ്ടിയല്ലെന്നും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും ഉള്ള ബോധ്യമാണ്. ആ ബോധ്യം മനസ്സിൽ ഉറയ്ക്കുമ്പോൾ മാത്രമേ പദാർത്ഥ സംബന്ധിയായ ദാരിദ്ര്യാവസ്ഥയെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. ഈ ഭൂമിയിൽ ഇല്ലാത്തവരായ അനേകരുണ്ട്. അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ദരിദ്രരാണ് ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞ് എളുപ്പത്തിൽ നമുക്ക് കൈകഴുകാൻ പറ്റും. വാസ്തവത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ കാര്യമല്ല. ദൈവേഷ്ടം എന്താണ്? സമമാണ്. എല്ലാവരും തുല്യരായി ജീവിക്കുന്ന, എല്ലാവരും സഹവർത്തിത്വമുള്ള, സ്നേഹം പങ്കുവെക്കുന്ന, ജീവിതം പങ്കുവെക്കുന്ന ഒരു ക്രമത്തെക്കുറിച്ചാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ഒന്നുമില്ലാത്തവനായി മാറുന്നത്, തന്റെ സമ്പന്നതയെ മുഴുവൻ ഉപേക്ഷിക്കുന്നത് എല്ലാവരോടും ഒപ്പമാകാനാണ്. ഇങ്ങനെ എല്ലാവരോടും ഒപ്പമാകുക, മനുഷ്യത്വത്തിന്റെ സമ്പൂർണതയിലേക്ക് വരിക എന്നതിന് അടിസ്ഥാന കാരണമായിട്ടുള്ളത് ഞാൻ എന്റേതല്ല എന്ന ബോധ്യമാണ്. ഞാൻ എൻ്റെ സ്വന്തമല്ലെന്നും ഞാൻ എനിക്ക് വേണ്ടിയല്ലെന്നും ഞാൻ ദൈവത്തിൻ്റെതാണെന്നും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും ഒരാൾ തിരിച്ചറിയുമ്പോഴാണ് അയാൾ ആത്മാവിൽ ജ്ഞാനിയാകുന്നതും ആത്മാവിൽ യഥാർത്ഥ ദാരിദ്ര്യം അനുഭവിക്കുന്നതും. ഈ ദാരിദ്ര്യം ഒരു ഇല്ലായ്മയല്ല. എന്നെ തന്നെ ദൈവത്തിന് കൊടുക്കാൻ, ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഹൃദയം ഒരുക്കുക എന്നതാണ്. അപ്രകാരം ഒരു മനോനില ഉണ്ടാകുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരായിത്തീരും. ആ ഭാഗ്യപ്പെട്ട അവസ്ഥയെക്കുറിച്ചാണ് അഷ്ടഭാഗ്യങ്ങൾ നമ്മോട് പറയുന്നത്. അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. അഷ്ടഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ ദൈവേഷ്ടം നിറവേറ്റുന്നവരാകും. അങ്ങനെ ഭൂമിയുടെ ഒപ്പം പ്രകാശവുമായി മാറും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഭൂമിയുടെ ഒപ്പായി മാറുക എന്ന് വെച്ചാൽ എല്ലാവർക്കുമായി തീരുക, എല്ലാവർക്കുമായി തീരുക എന്നർത്ഥമാണ്. രുചി പകരുന്നതായി, സുരക്ഷിതത്വം നൽകുന്നതായി മാറുക, ലോകത്തിന്റെ വെളിച്ചമായിട്ട് മാറുക. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി നമുക്ക് മാറാൻ കഴിയും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇவ்விധം ജീവിച്ച് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ ലോകത്തിന് മുമ്പിൽ പ്രകാശമായിട്ട് മാറും, സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുന്നവരായി മാറുമെന്ന് 15-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് കാണാം, നമ്മൾ പ്രവർത്തിക്കേണ്ട രീതികളെക്കുറിച്ച്, ജീവിതത്തിലെടുക്കേണ്ട നിലപാടുകളെക്കുറിച്ച്, എങ്ങനെയാണ് നമ്മൾ വചനം പാലിക്കേണ്ടതിനെ കുറിച്ച് വ്യക്തമായ പാഠം ക്രിസ്തു നൽകുന്നുണ്ട്. അത് നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് നിയമത്തെ പൂർത്തീകരിക്കുക? നിയമത്തെ പാലിക്കാൻ നാം വിളിക്കപ്പെടുന്നു. മോശ വഴി നൽകപ്പെട്ട 10 കൽപ്പനകൾ അടിസ്ഥാന പ്രമാണങ്ങളായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈശോ പറയുന്നത്. ഇതൊന്നും മാറ്റാനല്ല, വള്ളിയോ പുള്ളിയോ മാറ്റാനല്ല, ഈ നിയമത്തെ പൂർത്തീകരിക്കുന്ന ഭാവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം. നിയമം നൽകപ്പെട്ട കാലത്ത് അത് സ്വീകരിക്കുന്നവരെക്കാൾ അത് സ്വീകരിച്ച് ഓരോ ഘട്ടത്തിലും ജീവിച്ചു വരുമ്പോൾ അതിന്റെ അകക്കാമ്പിലേക്ക് നമുക്ക് തിരിയാൻ പറ്റണം. നിയമത്തെ നിഷേധിക്കുകയല്ല, അതിന്റെ അകക്കാമ്പിനെ കണ്ടെത്തുകയാണ് വേണ്ടത്. അങ്ങനെ നിയമത്തിന്റെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റണം. ആ ക്രിസ്തുവിൽ നമുക്ക് ജീവിക്കാൻ പറ്റണമെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് കൊല്ലരുത് എന്ന കൽപ്പനയെ, 5-ാം പ്രമാണത്തെ ക്രിസ്തു വിശദീകരിക്കുമ്പോൾ നീ സഹോദരനോട് കോപിക്കരുത്, അത് നിത്യനാശത്തിന് കാരണമായിട്ട് മാറും. നീ സഹോദരനെ ബോഷ എന്ന് വിളിക്കരുത്, അപ്രകാരമാവുമ്പോൾ നീ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരനുമായി രമ്യപ്പെടുക. നീ എനിക്ക് ബലിയർപ്പിക്കുമ്പോൾ, ബലിയർപ്പിക്കാൻ വരുന്നതിന് മുമ്പ് നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് തോന്നുന്ന പക്ഷം അവരുമായി രമ്യപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. അപ്പോൾ നിന്റെ ബലി സ്വീകാര്യമാകും. അങ്ങനെ രമ്യതയിലേക്കാണ് വരേണ്ടത്. കൊല്ലരുത് എന്ന് പറഞ്ഞ, അരുത് എന്ന് പറഞ്ഞ കൽപ്പനയെ ക്രിസ്തു വ്യാഖ്യാനിക്കുന്നത്, ക്രിസ്തു തുറന്നു കാട്ടുന്നത്, അത് സ്നേഹിക്കണം, രമ്യതയിലാകണം, അരമ്യതയെ ഉണ്ടാകരുത്. അരമ്യത ഒരു കൊലപാതകമായിട്ടാണ്, അവരെ വിദ്വേഷം ഒരു കൊലപാതകമായിട്ടാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ കൊല്ലരുത് എന്നാണ് പറഞ്ഞതെങ്കിൽ, ഒരു പ്രവൃത്തിയെ സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ, അതിന്റെ ആന്തരിക ഭാവത്തെക്കുറിച്ച് ക്രിസ്തു പറയുന്നു. ഹൃദയത്തിൽ നിന്ന് അവരെന്നെ നിഷേധിക്കുന്ന, അപരത്വ നിഷേധത്തിന്റെ ഭാഗമുണ്ടാകുമ്പോൾ, വിദ്വേഷമുണ്ടാകുമ്പോൾ നാം ദൈവസന്നിധിയിൽ സ്വീകാര്യരാവില്ല, നമ്മുടെ ബലികൾ അയോഗ്യമായി തീരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പലയിടങ്ങളിലായി അവിടെ നമ്മളെ പഠിപ്പിച്ചത് ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കരുണയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. കരുണയാണ് നാം വെളിപ്പെടുത്തേണ്ടത്. ദൈവത്തിന്റെ അനന്തകരുണ വെളിപ്പെടുത്തണമെങ്കിൽ ആദ്യം നമുക്കുണ്ടാകേണ്ട ഭാഗം രമ്യതയുടേതാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് 10 കൽപ്പനയിലുള്ളത് സാമാന്യഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രവൃത്തിയായിട്ടാണ്. ആ പ്രവൃത്തിയേക്കാൾ അപ്പുറം നിന്റെ കണ്ണുകൾ ആസക്തിയുള്ളതായി മാറുമ്പോൾ, ആസക്തിയോടെ അവരെ നോക്കുമ്പോൾ അത് വ്യഭിചാരമാണ്. നിന്റെ താല്പര്യപൂർത്തിക്ക് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി അവരനെ ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് നീ തരം താഴുമ്പോൾ അത് ദൈവസ്നേഹത്തിന് വിരുദ്ധമായി മാറുന്നുണ്ട്, കൊടുക്കൽ പ്രക്രിയയ്ക്ക് വിരുദ്ധമായി മാറുന്നുണ്ട്. അപ്രകാരമായി മാറുമ്പോൾ അത് വ്യഭിചാരമാണ്
എന്ന് ക്രിസ്തു പഠിപ്പിക്കും. നമ്മൾ ഇന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് ആസക്തി കാരണമെന്നാണ്. ആസക്തിക്ക് കാരണം നമ്മുടെ ഉള്ളിലുള്ളതാണ്. ദുശ്ചിന്ത, പരദോഷണം, മോഷണം, കൊലപാതകം, വ്യഭിചാരം ആദ്യമായ 13 തിന്മകൾ നമ്മുടെ അകത്തുണ്ടെന്നാണ് മർക്കോസ് വിശേഷം 7:21 പറയുന്നത്. അപ്പൊ നമ്മുടെ അകത്തുള്ള തിന്മകളെ സമം ചെയ്യാൻ നമുക്ക് കഴിയണം, അതിനെ ഉപേക്ഷിക്കാൻ കഴിയണം. അതിനെ നിരാകരിക്കുന്നത് ദൈവസ്നേഹത്താൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. ദൈവത്തെ പ്രതിയാണ് നമ്മളെന്ന് വരുമ്പോഴും, മറ്റുള്ളവർക്ക് വേണ്ടി നാം ദൈവത്തെ പ്രതി സ്വയം അർപ്പിക്കുന്നതാണ് ജീവിതം എന്ന് വരുമ്പോഴും മാത്രമാണ് ആസക്തിയിൽ നിന്ന് വിമോചിതരായി നമുക്ക് ജീവിക്കാൻ പറ്റുക. അപ്പൊ ആസക്തിയെ കൈവിടുക. അതുകൊണ്ട് 2 കണ്ണുള്ള നീ 2 കണ്ണോടുകൂടെ നരകത്തിൽ പോകുന്നതിനേക്കാൾ 1 കണ്ണോടുകൂടെ സ്വർഗത്തിൽ പോകുന്നതാണ് എന്ന് പറയുമ്പോൾ അകക്കണ്ണോടുകൂടി സ്വർഗത്തിൽ പോകുന്നത് എന്ന നിലയ്ക്കെടുക്കാൻ പറ്റണം. ബാഹ്യമായ കണ്ണുകളുടെ പ്രവർത്തനത്തെ ആന്തരികമായ ഉൾക്കാഴ്ചയുടെ ബോധ്യം കൊണ്ട് നമുക്ക് മറികടക്കാൻ കഴിയണമെന്ന് പറയാണ്. പ്രകൃതത്തെ ഭാവം കൊണ്ട് ജയിക്കണം എന്നാണ് അതിനർത്ഥം. അപ്രകാരമായിത്തീരുമ്പോഴാണ് ഈ കൽപ്പന യഥാർത്ഥത്തിൽ അനുസരിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. ഹൃദയത്തിൽ ഇപ്രകാരം ഒരു തിന്മയുണ്ടാകുകയും പുറമേ അത് കാട്ടാതിരിക്കുകയും ചെയ്യുമ്പോഴും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഉപേക്ഷയിലും 4 മാർഗത്തിലാണല്ലോ പാപങ്ങൾ വരുന്നത്. അതുകൊണ്ട് ക്രിസ്തു സ്നേഹത്തിന് വിരുദ്ധമായി നമ്മൾ മാറുന്നത് പ്രവൃത്തിയിലൂടെ മാത്രമല്ലെന്നും നമ്മുടെ ആന്തരിക ഭാവത്തിലൂടെയാണെന്നും പ്രകൃതത്തെ കൈവിടാനും ഭാവാത്മകമായ പ്രകൃതത്തിലേക്ക് നമുക്ക് ഉയരാനും കഴിയുന്നത് പരിശുദ്ധാത്മാവിലാണെന്നും കൃപ വഴിയാണെന്നും ക്രിസ്തു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിനെ മറികടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിശ്ചയമായും ആദ്യം പറഞ്ഞ കൽപ്പനയുടെ ലംഘനമായിട്ട് മാറും. യഥാർത്ഥത്തിൽ നേരിട്ട് പ്രവൃത്തിയായിട്ടാണ് പഴയ നിയമം പറയുന്നതെങ്കിൽ ആ പ്രവൃത്തിയുടെ മനോനിലയെ കൂടി പരിശോധിക്കേണ്ടതുണ്ടെന്നും ആ മനോനിലയെ ദൈവത്തിൽ അർപ്പിക്കേണ്ടതുണ്ടെന്നുമാണ് വചനം നമ്മെ പഠിപ്പിക്കുക. വിവാഹമോചനത്തെക്കുറിച്ച് ക്രിസ്തു ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, വിവാഹമോചനം നടത്തുമ്പോൾ അത് പരസംഗം മൂലമാണെങ്കിൽ മാത്രമേ പാടുള്ളൂ, മറ്റൊരാളുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ പുറകിലുള്ളത് യഥാർത്ഥത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന ബോധ്യത്തിലാണ് ജീവിക്കേണ്ടത്. അവരൻ എനിക്ക് വേണ്ടിയാണെന്നും എൻ്റെ കീഴിലാണെന്നും ഞാൻ അവരുടെ മേൽ നടത്തുന്ന അധികാരപ്രയോഗമാണ് ബന്ധമെന്നും തെറ്റിദ്ധരിക്കരുത് എന്നൊരു സൂചന അവിടെയുണ്ട്. അപ്പോൾ ഹൃദയതലത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, ബോധ്യതലത്തിൽ ഉണ്ടാകേണ്ട മാറ്റമാണ് ക്രിസ്തു പറയുന്നത്. ഇങ്ങനെ നമ്മൾ ബന്ധങ്ങളിൽ പുരോഗമിക്കാനായി ഈ ദൈവികമായ ബന്ധത്തെ അതിനകത്ത് കൂട്ടി വിളക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ വചനം നമുക്ക് നൽകുന്നു. നാം സാധാരണയായി ആണയിടും എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ കൊണ്ട് ആണയിടും. ദൈവമായി സത്യമായിട്ടും ദൈവം അറിയും, ദൈവമെല്ലാം അറിയുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ദൈവത്തെ ഇതിനകത്ത് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിനകത്ത്. വാസ്തവത്തിൽ ആകാശം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം ഒന്നും നമ്മുടേതായിട്ടില്ല. ഈ ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥ അതാണ്, നമ്മുടേതായിട്ടൊന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാത്ത നമുക്ക് ഇങ്ങനൊരു ആണയിടാൻ അധികാരമില്ല, സാക്ഷിയാക്കി ദൈവത്തെ നിർത്താൻ അവകാശമില്ല. പക്ഷേ നമ്മൾ സാക്ഷിയാക്കി ദൈവത്തെ നിർത്തുമ്പോൾ, ദൈവത്തെ കൊണ്ട് ആണയിടുമ്പോൾ 2ാം പ്രമാണം നമ്മൾ ലംഘിക്കും. കാരണം എന്താ? നമ്മൾ സർവത്തിന്റെയും ഉടയവനായവനെ സാക്ഷിയാക്കി മാറ്റും, നമ്മുടെ സാക്ഷിയാക്കി മാറ്റും. അങ്ങനെ നമ്മുടെ സാക്ഷിയാക്കി ദൈവത്തെ മാറ്റിക്കൂടാ. അതേ എന്ന് പറയുമ്പോൾ അതെ, അല്ലെന്ന് പറയുമ്പോൾ അല്ല. അതിനേക്കാൾ കൂടുതൽ നീതീകരിക്കുന്ന ഭാവം നമ്മുടെ അകത്ത് ഉണ്ടാകുന്നുണ്ടെന്ന് പരിശോധിക്കണം. ആണയിടുക എന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മൾ വിചാരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളിൽ നടത്തുന്ന പ്രയോഗമായിട്ടാണ്. സാധാരണ ജീവിതത്തിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിനെല്ലാം അറിയാം, ദൈവം കാണുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ദൈവത്തെ ഇതിനിടെ കൊണ്ടുവരികയാണ്. നമ്മുടെ വ്യക്തിബന്ധത്തിന്റെ തർക്കങ്ങളെ പരിഹരിക്കാൻ ദൈവത്തെ അതിനകത്ത് കൊണ്ടുവരുന്നു. അവിടെ ഞാൻ പരമപ്രധാനമായിട്ട് മാറുന്നു. എന്നെ ന്യായീകരിക്കാൻ ഞാൻ ദൈവത്തെ ഉപകരണമാക്കി മാറ്റുന്നു. അത് ദൈവത്തെ വില കുറയ്ക്കുന്ന പ്രവൃത്തിയാണ്. നാം അവിടത്തേക്കാണ് നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ അവകാശമുള്ളത്. കാരണം നാളെ എന്തെന്നോ അടുത്ത നിമിഷം എന്തെന്നോ അറിയാത്ത നമ്മൾ, പറയുന്നതിലെ സത്യം തിരിച്ചറിയാൻ കഴിയാത്ത നമ്മൾ, നമ്മുടെ സത്യം വസ്തുനിഷ്ഠമായ സത്യങ്ങളെ നമുക്ക് പറയാൻ പറ്റൂ. വസ്തുനിഷ്ഠമായ സത്യങ്ങൾ പറയുമ്പോൾ ഒരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് അയാൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. കാരണം വിശ്വസിക്കാത്ത ഒരാൾക്ക് സാധാരണഗതിയിൽ അവിശ്വാസമുണ്ട്, അവിടെ സ്നേഹം ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിശ്വാസമുള്ളത്. ആ അവിശ്വാസമുള്ള ഒരാളുടെ മുമ്പിൽ നമ്മൾ സ്വയം നീതീകരിക്കുന്നവരായി മാറുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം അയാൾ വിലക്കെടുക്കില്ല. നമ്മളെ വിലക്കെടുക്കാത്തയാൾ നമ്മൾ പറയുന്ന വാക്കിനെ വിലക്കെടുക്കില്ല, നമ്മുടെ ആണയെ വിലക്കെടുക്കില്ല. അപ്പൊ ആരാണ് വിലകെട്ടവനായി മാറുക? ദൈവം വിലകെട്ടവനായി മാറും. ഈ സ്വയം നീതീകരണ ഭാവത്തിലേക്ക് നമ്മൾ പോകരുത്. അതേ എന്ന് പറയുമ്പോൾ അതെ, അല്ല എന്ന് പറയുമ്പോൾ അല്ല. കൂടുതൽ കാര്യങ്ങളിൽ വ്യാകുലപ്പെടാൻ, ബലപ്രയോഗം നടത്താൻ, ശാഠ്യം പിടിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം ഇത് മറ്റൊരാളുടെ മനോനിലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സ്വയം നീതീകരിക്കുന്ന പ്രവൃത്തി ഉണ്ടാകുമ്പോഴാണ് സാധാരണ ആണയിടേണ്ടി വരുന്നത്. ഈ നീതീകരണ ഭാവം നമുക്കുണ്ടാകരുത്. നമ്മൾ പറയുന്ന കാര്യത്തിന് അതെ എന്നും അല്ല എന്നും പറയാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. തിരിച്ചറിയേണ്ടത് ദൈവമാണ് എല്ലാറ്റിൻ്റെയും ഉടയവൻ. ദൈവത്തെ നമ്മുടെ സാക്ഷിയാക്കി മാറ്റരുത്. ദൈവത്തെ കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഇടനിലക്കാരനായി കൊണ്ട് നിർത്തരുത്. ദൈവത്തെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കരുത്.
ദൈവത്തിൻ്റെതാണ് നമ്മൾ, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ എന്ന അടിസ്ഥാന ബോധം നിലനിർത്തി നമുക്ക് ജീവിക്കാൻ പറ്റണം. ശിഷ്യത്വത്തിലേക്ക് മുന്നേറുമ്പോൾ തിന്മ കൊണ്ട് ജയിക്കാൻ ശ്രമിക്കരുത്, നന്മ കൊണ്ട് ജയിക്കണം. ഒരു കരണത്തടിക്കുന്നതിന് മറുകരണം കാണിച്ചു കൊടുക്കണം. ആരോടും തർക്കിക്കരുത്. സ്വന്തം അഭിപ്രായം, സ്വന്തം കാര്യം ഉറപ്പിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തരുത്. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആരോപണം ഉണ്ടാകുമ്പോൾ മത്തായി സുവിശേഷത്തിൽ 5:12 പറയുന്നുണ്ടല്ലോ, അപമാനം ഏൽക്കുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കണം, സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവും. അതുകൊണ്ട് ഭൂമിയിൽ കുറ്റാരോപണം നടത്തുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലല്ല നമ്മൾ തുനിയേണ്ടത്. തിന്മയെ തിന്മ കൊണ്ട് ജയിക്കാൻ നോക്കരുത്. പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കാര്യമാണ്, ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തവരെയൊക്കെ കൊന്നുകളയണം, എൻകൗണ്ടറാണ് ആവശ്യം, അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊക്കെ ആളുകൾ പ്രതികരിക്കും. വിശ്വാസികളായവരും പ്രതികരിക്കാറുണ്ട്. ഒരു തിന്മ ചെയ്തയാളെ വെച്ചേക്കരുത്, അവന് ശരിയാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനോനില കൊണ്ട് നമ്മൾ ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു. വാസ്തവത്തിൽ ഒരു പ്രവൃത്തിയെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ആന്തരിക ഭാവത്തെ നമുക്കറിയില്ല. ഒരാൾ മദ്യപിച്ചു വരുന്നതായി നമ്മൾ കാണുന്നു, പക്ഷേ അയാൾ യഥാർത്ഥ രോഗിയായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും അയാളെ കൊണ്ട് നിർബന്ധിച്ച് മയക്കുമരുന്ന് കഴിപ്പിച്ചതായിരിക്കാം. നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ട് ഒരാളെ കാണുമ്പോൾ വിധിയുടെ ഭാവം ഉണ്ടാകരുത്. നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ കീഴെയാക്കി ആധിപത്യമുള്ളവരായി മാറരുത്. തിന്മയെ ജയിക്കാൻ തിന്മ ചെയ്യാമെന്ന പ്രേരണ പാടില്ല. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യന്റെ മുഴുവൻ പാപത്തിനും വേണ്ടി ക്രിസ്തു സ്വയം മരിക്കുകയാണ്. പുരുഷൻ ചുമന്ന കാൽവരിയിലേക്ക് പോവാണ്. മനുഷ്യരുടെ പാപമാണ് ചുമക്കുന്നത്. ക്രിസ്തു സ്വന്തമായി പരിശുദ്ധനാണ്, പാപം ചെയ്തിട്ടില്ലാത്തൊരുവൻ പാപികൾക്ക് വേണ്ടി വിധിയേൽക്കുന്നു. ആരുടെ കയ്യിൽ നിന്ന്? വിധിക്കാൻ അധികാരമുള്ളവൻ വിധേയനാകേണ്ടവന്റെ കയ്യിൽ നിന്ന് വിധിയേൽക്കുന്നു. അങ്ങനെ വിധിയാളൻ വിധിക്കപ്പെടുന്നു. മരണത്തിൽ വിധിക്കപ്പെടുന്ന ക്രിസ്തു നമ്മുടെ മുമ്പ് വെളിപ്പെടുത്തുന്നത് നമ്മൾ ഇപ്രകാരം നന്മ കൊണ്ടതിനെ ജയിക്കണം. യേശുവിന്റെ മരണം യഥാർത്ഥത്തിൽ ശതാധിപന്റെ കണ്ണു തുറപ്പിക്കുന്നുണ്ട്. ശതാധിപൻ പറയുന്നത് സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. ഉറപ്പിച്ച് പറയാൻ കഴിയുന്നപ്പോഴാ? യേശു മരിച്ചവരെ ഉറപ്പിച്ചപ്പോഴോ രോഗികളെ സുഖപ്പെടുത്തിയപ്പോഴോ അല്ല. അവൻ കുരിശിൽ മരിക്കുകയും അവൻ ആരോടും വിദ്വേഷമില്ലാത്തവനായിരിക്കുകയും എല്ലാവരോടും ക്ഷമിക്കുകയും പിതാവിന്റെ സന്നിധിയിൽ മനുഷ്യകുലത്തിന് വേണ്ടി കരുണയാചിക്കുകയും ചെയ്യുമ്പോഴാണ് ശതാധിപൻ പറയുന്നത് സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. അതുകൊണ്ട് ഈ ലോകത്ത് സത്യം വെളിപ്പെടുത്താൻ നമ്മുടെ ജീവിതം നന്മ കൊണ്ടാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. നന്മ പ്രവൃത്തിയിലൂടെയാണ് ലോകത്തിന് മുമ്പിൽ ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തേണ്ടത്. ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് നമ്മുടെ ദൗത്യം എന്ന് ഓർക്കണം. ശിഷ്യത്വത്തിലാണെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. നമ്മെ എതിർക്കുന്നവരെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. വിദ്വേഷമില്ലാത്തവരായിട്ട് മാറണം. യേശു തന്റെ ജീവിതം വഴി അത് വെളിപ്പെടുത്തുന്നുണ്ട്. ശത്രുവിനെ സ്നേഹിക്കുന്നു, തന്നെ ദ്രോഹിക്കുന്നവരെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്ഷമ കാട്ടിത്തരുന്നു. സ്തെഫാനോസ് പിന്തുടരുന്ന ആ പാതയാണ്. അതുകൊണ്ടാണ് കല്ലെറിയുന്നവരുടെ മേൽ ആ കുറ്റം ആരോപിക്കരുതെന്ന് ഏറുകൊള്ളുന്ന സമയത്തും പറയാനായിട്ട് സ്തെഫാനോസിന് കഴിയുന്നത്. ക്രൈസ്തവ ജീവിതം ശിഷ്യത്വത്തിൻ്റെതാണ്. ശിഷ്യരുടെ വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. നമ്മൾ ധർമ്മം ചെയ്യുന്നവരാകണം. ധർമ്മം ദാനമായി കരുതണം. സാധാരണ ദാനധർമ്മം എന്ന് നമ്മൾ പറയുക ധർമ്മദാനമാണ്. മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ കൈനീട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്യണം. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഔദാര്യം ചെയ്യുന്നവരാണ്, പക്ഷെ ധർമ്മം ചെയ്യുന്നവരല്ല. നമ്മുടെ ധർമ്മമാണ് അപരോന്മുഖത, മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കുക എന്നുള്ളത്. അടിസ്ഥാനപരമായ നിലപാട് നമ്മുടെ ഹൃദയത്തിൽ പുലർത്തുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുശിഷ്യരായി മാറൂ എന്നാണ് വചനം ഓർമ്മിപ്പിക്കുക. നമ്മളിന്ന് ഒത്തിരി ചാരിറ്റി ചെയ്യുന്ന പ്രവർത്തകരെ കാണുന്നുണ്ട്. വിശ്വാസത്തിന്റെ പേരിലൊക്കെയാണ് ചാരിറ്റി നടത്തുന്നത്. ഈ ചാരിറ്റി നടത്തുന്നവർ അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ പ്രശസ്തരാകുന്നുണ്ട്, മാന്യന്മാരാണെന്ന് നടിക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെ നന്മ പ്രവൃത്തി ചെയ്യുന്നു എന്ന് ഉദ്ഘോഷിക്കുന്നുണ്ട്. നന്മ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. സഹോദരനെ സഹായിക്കുക എന്നുള്ള ധർമ്മമാണ്. അത് ചാരിറ്റി ഏജൻസി ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യമാണ്. അവരന് വേണ്ടി ആയിത്തീരുക, അവന്റെ വിശപ്പിൽ ഭക്ഷണമാകുക, അവന്റെ നഗ്നതയ്ക്ക് വസ്ത്രമാകുക, അവന് കടപ്പാടമില്ലെങ്കിൽ അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, വസ്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ധർമ്മമാണ്. കാരണം നമ്മൾ ദൈവത്തിൻ്റെതാണ്. നാം ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അടിസ്ഥാനപരമായി ആത്മാവിൽ ദാരിദ്ര്യം പാലിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ബോധ്യം നമുക്കില്ലാതെ പോകുന്നു. അതുകൊണ്ട് നമ്മൾ പ്രഘോഷണ വേളകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ നന്മ ചെയ്യുന്നവരാണ്. ഇതൊരു ഔദാര്യമല്ല. ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഔദാര്യമല്ല. അവരിന് വേണ്ടി ആയിരിക്കുക എന്നുള്ള അടിസ്ഥാന കടമയാണ്. അത് നാം നിർവഹിക്കാതെ പോകുമ്പോൾ മറ്റുള്ളവർക്ക് അത്
മരണകാരണമായി തീരും, അവരിന് അപകടകാരിയായി തീരും എന്ന കാര്യം നമ്മൾ ഓർക്കണം. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ദരിദ്രർ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട്, അപ്പൊ ദരിദ്രരെ നിങ്ങൾ ശുശ്രൂഷിക്കണം എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ദരിദ്രർ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്നും നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾ വിളിക്കപ്പെടുന്നു. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ, അവരെന്റെ ഇല്ലായ്മയെ നികത്തുക എന്ന് പറയുന്ന ഒരു ധർമ്മം നമ്മൾ ചെയ്യേണ്ടതുണ്ടെന്നാണ് വചനം ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ അപ്രകാരമായി തീരണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് കലഹിക്കുന്ന രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം കാര്യങ്ങൾ നടത്തിത്തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനകൾ ഉരുവിടുന്നു, വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആലോചിച്ചു വേണം, കർത്താവ് പറഞ്ഞത് നിങ്ങൾ കഥ കടച്ച് മുറിക്കകത്ത് കയറിയിരുന്ന് സ്വർഗസ്ഥനായ പിതാവുമായിട്ട് സംസാരിക്കുക എന്ന് വെച്ചാൽ അങ്ങോട്ട് പറയാമെന്ന് മാത്രമല്ല, ഇങ്ങോട്ടും കേൾക്കാനിരിക്കുക. ദൈവം എന്താണ് ഈ സാഹചര്യത്തിൽ പറയുന്നതെന്ന് കേൾക്കാനിരിക്കുക. അങ്ങനെ ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവേഷ്ടത്തിൽ ചരിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റൂ. നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയുന്ന ദൈവമാണ്, അവിടെ നിന്ന് അറിയാതെ ഒന്നുമില്ല, അവിടെ നിന്നെല്ലാം നിറവേറ്റിത്തരുന്നവനാണ്. അത് വിശ്വാസം അർപ്പിക്കാൻ ബലം പ്രാപിക്കുകയാണ് പ്രാർത്ഥന വഴി. എന്റെ ദൈവം സമീപസ്ഥനാണ്, അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നവനാണ്, എന്നെ അറിയുന്നവനാണ്, എന്റെ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, ഞാൻ അവിടെ നിന്നിൽ ആശ്രയിക്കുന്നു. പ്രാർത്ഥന വിശ്വാസത്തിന്റെ ബലമാണ് പകരേണ്ടത്. പകരം കാര്യം കാണാൻ വിശ്വാസത്തെ ഉപയോഗിക്കുക എന്ന വിപരീത യുക്തിയാണ് നമ്മളിന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വിശ്വാസം തകരുന്നു. പ്രാർത്ഥന ഇങ്ങനെയാകണം. ഈ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ് നമ്മൾ പറയുക. പ്രാർത്ഥനയ്ക്ക് ശക്തിയാണെന്നല്ല ക്രിസ്തു പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നാം ശക്തരാകും. പ്രാർത്ഥിക്കുമ്പോൾ ശക്തരാകുന്നത് എന്തുകൊണ്ടാണ്? നാം ദൈവിക ബന്ധത്തിലാകും. പ്രാർത്ഥന നമ്മൾ ഉരുവിടുന്ന പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടല്ല, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവോന്മുഖരാകുമ്പോൾ നമ്മൾ ബലവാന്മാരായിത്തീരും, ദൈവേഷ്ടത്തിന് വഴങ്ങുന്നവരാകും, ജീവിതത്തിന് അർത്ഥം തിരിച്ചറിയുന്നവരാകും, ആത്മാവിൽ ജീവിക്കുന്നവരാകും. അപ്പോൾ നമ്മൾ ബലം പ്രാപിക്കും. അങ്ങനെ ബലം പ്രാപിക്കാനാണ് പ്രാർത്ഥന. പ്രാർത്ഥന അതിനു പകരം ദൈവത്തെ മാനസാന്തരപ്പെടുത്താനുള്ളതായിട്ട് മാറിപ്പോകുന്നു. അങ്ങനെ ദൈവത്തെ വാക്കുകൊണ്ടും വാചകങ്ങൾ കൊണ്ടും മാനസാന്തരപ്പെടുത്തി നമ്മുടെ ഇഷ്ടങ്ങൾ നിവൃത്തിയാക്കാമെന്ന തെറ്റിദ്ധാരണ അബദ്ധമാണെന്ന് അവിടെ വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുമ്പോൾ പ്രാർത്ഥന എന്നിലെങ്ങനെയാണ് ശക്തമാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നല്ല തിരിച്ചറിയേണ്ടത് എന്ന കാര്യം ഓർക്കണം. അപ്രകാരം നമ്മുടെ ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ ഇരിക്കുന്ന അവസ്ഥയാണെന്നും അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാകരുതെന്നും യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ കണ്ടുവെക്കണമെന്നും ഭൗമികമായി നേടുന്നതൊന്നും നിലനിൽപ്പില്ലാത്തതാണെന്നും അത് തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുന്നതാണെന്നും നമ്മുടെ സൽപ്രവൃത്തികൾ വഴി മാത്രമേ സ്വർഗത്തിൽ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് സമ്പാദിക്കാൻ കഴിയും എന്നും ക്രിസ്തു പ്രബോധിപ്പിക്കുന്നു. ഇതെല്ലാം ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളാണ്. അങ്ങനെ നമ്മുടെ കണ്ണാണ് വിളക്കെന്നും നമ്മുടെ കാഴ്ച ക്രിസ്തുവന്മുഖമായി മാറുമ്പോഴാണ്, ക്രിസ്തുവിലൂടെ നോക്കിക്കാണുമ്പോഴാണ് യഥാർത്ഥ പ്രകാശം അനുഭവിക്കുകയെന്നും രണ്ട് യജമാനന്മാരുണ്ടാകരുത്, സമ്പത്തിലും ലോകത്തിലും താല്പര്യം വെച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധ്യമല്ലെന്നും യഥാർത്ഥ ദൈവത്തോടാണ് ചേർന്ന് നിൽക്കേണ്ടതെന്നും ദൈവമാണ് യജമാനെന്നും അവനെയാണ് ആരാധിക്കേണ്ടതെന്നും ക്രിസ്തു പ്രബോധിപ്പിക്കുന്നു. അന്യരെ വിധിക്കുന്ന ഭാവം ഉണ്ടാകരുത്, കുറ്റപ്പെടുന്ന ഭാവം ഉണ്ടാകരുത് എന്ന് വചനം പറയാണ്. അങ്ങനെ അന്യരെ വിധിക്കുന്ന മനോഭാവമുള്ളവരായി നമ്മൾ മാറരുത്. ശിഷ്യത്വത്തിൽ എങ്ങനെയാണ് നമ്മൾ പുരോഗമിക്കേണ്ടതെന്നാണ് ഈ പ്രബോധനത്തിൽ മുഴുവൻ നമ്മൾ കേൾക്കുന്നത്. ശിഷ്യത്വത്തിൽ പുരോഗമിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അവസാനം നമ്മൾ പറയുന്നത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ. ഈ മാർഗങ്ങളിലൂടെയൊക്കെ ഈ വഴികളിലൂടെയൊക്കെ ചരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യനായിട്ട് മാറുക, കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായിട്ട് മാറുകയാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നാണ്, ലോഡെന്നാണ്, സ്രഷ്ടാവെന്നാണ്. അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്റേതല്ലെന്നും ഞാൻ ദൈവത്തിൻ്റെതാണെന്നും ഏറ്റു പറയുന്ന സൽപ്രവൃത്തികളിലൂടെ അവരോന്മുഖമായി നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോഴാണ് നാം ക്രിസ്തു ശിഷ്യരായിട്ട് മാറുക. അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അങ്ങനെ യേശു നടന്ന വഴിയിലൂടെ ജീവിതത്തെ മാറ്റി തീർക്കുക എന്ന കാര്യമാണ് ക്രിസ്തുവോട് നമ്മൾ പറയുന്നത്. നമ്മൾ ഒത്തിരിയേറെ ശുശ്രൂഷ ചെയ്യുന്നു, നന്മ പ്രവൃത്തികൾ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തിട്ട് അവസാനം നിത്യതയിൽ വിദ്യാളന്റെ മുമ്പിലെത്തുമ്പോൾ നമ്മളെ അവിടെ നിന്ന് അറിയില്ലെന്ന് പറയും. ഈ ഹൃദയഭാവം പുലർത്താതെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അവിടെ നമ്മോട് പറയും, അനീതി പ്രവർത്തിക്കുന്നവരെ എൻ്റെ മുന്നിൽ നടന്നു പോകുകയും അറിയില്ലെന്ന് പറയും. നീതി പ്രവർത്തിക്കുന്നവരെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണാം 5-ാം അധ്യായത്തിൽ. അവിടെ നമ്മൾ കാണുന്ന ആരെയാണ്? അവിടെ ഹെനോക്കിനെയാണ്. ഹെനോക്ക് മുതൽ നോഹ വരെ പറയാണ്. ദൈവേഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരെ കുറിച്ചാണ് പറയുക. ഹെനോക്കിനെ പിന്നെ കണ്ടില്ല, അവൻ ദൈവത്താൽ എടുക്കപ്പെട്ടു എന്ന് പറയും. അത്രത്തോളം ദൈവത്തിന്റെ ഹൃദയഭാവത്തോട് ചേർന്ന് ഹെനോക്ക് പ്രവർത്തിച്ചു എന്നാ പറയാം. ഇനി നോഹയാകട്ടെ ദൈവം പറഞ്ഞത് അനുസരിക്കുകയും പ്രളയത്തെ അതിജീവിക്കുകയും ചെയ്യും. അപ്പോൾ പ്രളയത്തെ അതിജീവിക്കാൻ, സംസാര സാഗരത്തെ മറികടക്കാൻ നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ ദൈവേഷ്ടത്തിലേക്ക് പോകുക എന്നാണ് ഉൽപ്പത്തി പുസ്തകം ഓർമ്മിപ്പിക്കുക. ജോഷയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും, അവിടെയും പറയുന്നത് നിങ്ങൾ ദൈവേഷ്ടത്തിലേക്ക് പോകണമെന്നാണ്. പണ്ട് ചെങ്കടൽ കിടന്നതുപോലെ ജോർദാൻ കിടന്ന്
ഗിൽഗാലിലെത്തുമ്പോൾ അവിടെ ജോർദാനിൽ നിന്ന് കൊണ്ടുവന്ന 12 കല്ലുകൾ സ്ഥാപിക്കുന്നു. ഇതൊരു അടയാളമായിട്ടാണ്, ദൈവം രക്ഷിച്ചു എന്ന ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവം രക്ഷിക്കുന്നു എന്നൊരു ബോധ്യത്തിൽ, ദൈവം നമ്മെ എല്ലാ അനീതികളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആനയിക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തിലെത്താൻ, ചെങ്കടൽ വിഭജിച്ചതുപോലെ, ജോർദാൻ വിഭജിച്ചതുപോലെ സംസാര സാഗരം മറികടക്കാനായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നൊരു കാര്യമാണ് വചനം ഓർമ്മിപ്പിക്കുക. യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് വരാൻ നമ്മൾ എന്ത് ചെയ്യണം, ഏത് രീതിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് റോമർ ലേഖനം 6-ാം അധ്യായം നമ്മോട് പറയുന്നുണ്ട്. നമ്മൾ ക്രിസ്തു ശിഷ്യരായി മാറുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ ഭാഗത്തേക്ക് തിരിയും. നമ്മൾ ലോകത്തിന്റെ ഭാഗത്തേക്ക് തിരിയുമ്പോൾ ലോകത്തിന്റെ അടിമകളായിട്ട് മാറും. ക്രിസ്തുവിന്റെ ഭാഗത്തേക്ക് മാറുമ്പോൾ ക്രിസ്തുവിന്റെ അടിമകളായിട്ട് മാറും. ക്രിസ്തുവിനുള്ള അടിമത്വം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമാണ്. ക്രിസ്തുവിന്റെ അടിമത്വം നമ്മെ കീഴ്പ്പെടുത്തുന്ന ഒന്നല്ല, നമ്മെ ഉയർത്തുന്ന ഒന്നാണ്. നമ്മൾ പലപ്പോഴും അടിമ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രയാസം. മാതാവ് തന്നെ വിശേഷിപ്പിക്കുന്നത് ദുലയ്യ എന്നാണ്. ദുലയ്യ എന്ന് വെച്ചാൽ അടിമയായിരിക്കൽ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് നമ്മൾ മലയാളത്തിൽ വിവർത്തനം അത് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ പറയുന്നത് ദുലയ്യ എന്ന വാക്കാണ്, അടിമയായിരിക്കൽ എന്നാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ അടിമയാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചനം പ്രാപിക്കാം. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന ജനം ചെങ്കടൽ കടക്കുന്നത് പോലെ, ജോർദാൻ കടക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. ശിഷ്യത്വം പിതാവിന്റെ സന്നിധിയിലേക്കുള്ള വഴിയാണ്. അങ്ങനെ പിതാവിന്റെ സന്നിധിയിലേക്കുള്ള യാത്ര ക്രിസ്തുവിലൂടെ ആയിത്തീരുമ്പോൾ നാം വിമോചിതരായിത്തീരും. ലോകത്തിന്റെ ക്രമപ്രകാരം ജീവിച്ചാൽ നമ്മൾ ലോകത്തിനും പാപത്തിനും അടിമകളായിട്ട് ജീവിക്കും. യഥാർത്ഥത്തിൽ നാം വിമോചിതരാണ് എന്ന് സത്യം അറിയുകയും മാമോദീസ വഴി അറിവിലേക്കാണ് നമ്മൾ വരുന്നത്. ആ അറിവിൽ നമ്മൾ പുരോഗമിക്കുകയും ചെയ്യുമ്പോൾ നിത്യത അവകാശമാക്കുന്നവരായി, സ്വാതന്ത്ര്യമുള്ളവരായി നമ്മൾ മാറും. നമുക്ക് ആരോടും ശത്രുതയില്ല, പിന്നെ നമുക്ക് ഭയം ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാവരോടും രമ്യതയിലാണ്. മറ്റുള്ളവർ നമ്മുടെ മേലെ ആധിപത്യം പുലർത്തുന്നില്ല. കാരണം എന്താ? നമ്മൾ ദൈവാധിപത്യത്തിന് കീഴിലാണ്. സ്നേഹമെന്ന കൽപ്പന നാം സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ കൽപ്പനകളുടെ ഭാരവും അകന്നു പോവുകയാണ്. കാരണം എല്ലാം സ്നേഹത്തെ പ്രതിയാണ്, ഭാരമില്ല. അപ്പൊ നമ്മുടെ സഹനങ്ങളും ക്ലേശങ്ങളും ജീവിതവും ഒക്കെ ക്രിസ്തുവിൽ സ്വീകരിക്കുകയും അപരോന്മുഖമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ ശിഷ്യരുടെ സ്ഥാനത്തേക്ക് നമ്മൾ വരികയും സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് റോമർ ലേഖനം 6:22 പറയും, നിങ്ങൾ പാപത്തിന് മരിച്ച് ലോകത്തിന് മരിച്ച് ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. അങ്ങനെ നിത്യജീവനിലേക്ക്, വിശുദ്ധാവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ക്രിസ്തുമാർഗത്തിൽ എന്ന പരമാർത്ഥം ഓർക്കണം. ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ശിഷ്യത്വമാണ് നമ്മുടെ ദൈവവിളി. ആ ശിഷ്യത്വത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ടോ, ക്രിസ്തുവിലായിത്തീരാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യമാണ് നമ്മൾ നിരന്തരം പരിശോധിക്കേണ്ടത്. പ്രത്യേകിച്ച് നോമ്പിന്റെ നാളുകളിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മെ തന്നെ ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യാൻ, ഈ പറഞ്ഞ പ്രബോധനങ്ങൾക്കനുസരിച്ചാണോ ജീവിതമെന്ന് പരിശോധിക്കാൻ, ക്രിസ്തുവിലാണോ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് തിരിച്ചറിയാൻ, മനസ്സിലാക്കലോടെ മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണം. തിരക്കിട്ട ഓട്ടങ്ങൾക്കിടയ്ക്ക് നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റുന്നത് പോലെ, ഒരു വാഹനം പരിശോധിക്കുന്നത് പോലെ സൂക്ഷ്മമായി നമ്മുടെ നിലപാടുകളെയും ബോധ്യങ്ങളെയും കാഴ്ചയെയും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളെയും പരിശോധിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെ പരിശോധിക്കുക വഴി ശിഷ്യത്വത്തിൽ ഉറയ്ക്കാൻ പറ്റണം, ദൈവേഷ്ടം നിറവേറ്റുന്നവരാകാൻ പറ്റണം, സൽപ്രവൃത്തികൾ ചെയ്യുന്നവരാകാൻ പറ്റണം. അങ്ങനെ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിന്റെ താല്പര്യങ്ങളെ ക്രിസ്തുവിൽ ഉപേക്ഷിക്കുകയും ഞാൻ ദൈവത്തിൻ്റെതാണെന്നും ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി നൽകപ്പെട്ടവനുമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പാചരണം ഗുണകരമായിട്ട് മാറുക. ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളെയും പരിശോധിക്കാം. ജീവിതത്തിൽ എങ്ങനെയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്? ദൈവത്തെ ഒരു ഉപകരണമാക്കി, പ്രാർത്ഥനയെ ഒരു ആയുധമാക്കി മാറ്റിയാണോ നമ്മൾ ജീവിക്കുന്നത്? കൊന്ത ആയുധമാണെന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മെ തന്നെ സംസ്കരിക്കാൻ, ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ട നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഇങ്ങനെ സംസ്കരിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടെയും, പ്രപഞ്ചത്തിനും മൂലഭൂതങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞവരാണെന്ന ബോധ്യത്തോടെയും, ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടെയും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെടുന്നു. ഈ ഒരു ബോധ്യം അടിസ്ഥാന നിലപാടായി സ്വീകരിക്കുമ്പോൾ മാത്രമേ ക്രൈസ്തവ ധാർമ്മികതയിൽ നമ്മുടെ ജീവിതമായി തീരൂ. പലവിധ തർക്കങ്ങളിൽ, ആചാരങ്ങളിൽ, ക്രമങ്ങളിലൊക്കെ ഉടക്കിക്കിടക്കാണ് നമ്മൾ യഥാർത്ഥ ആത്മീയതയെ തട്ടിക്കളയുന്നു. ഒരു മതബോധം കൊണ്ട് ഇതിനെ കീഴ്പ്പെടുത്തുകയാണ്, സമുദായ ബോധം കൊണ്ട് ഇതിനെ കീഴ്പ്പെടുത്തുകയാണ്. നമ്മളൊരു സമുദായമല്ല, ഒരു സമുദായമേ ഉള്ളൂ, അത് മാനവ സമുദായമാണ്. ഒരു മതമേ ഉള്ളൂ, അത് ഏകമതമാണ്. ഏകമതം എന്താ? മതം സ്നേഹമാണ്.
സ്നേഹം എന്ന മതത്തിനപ്പുറം ഒരു മതം ഉണ്ടായിക്കൂടാ. ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതമില്ല. ക്രൈസ്തവ ആധ്യാത്മികതയിലൂടെ സ്നേഹം എന്ന ഈ മതത്തിലേക്ക് പോകാൻ പറ്റണം. ആ മതത്തിന്റെ പ്രവർത്തന രീതിയാണ് സാഹോദര്യം. ആ മതത്തിന്റെ പ്രവർത്തന രീതിയാണ് മൈത്രി. ആ മതത്തിന്റെ പ്രവർത്തന രീതിയാണ് കാരുണ്യം. അങ്ങനെ കാരുണ്യമുള്ളവരായി സ്നേഹമുള്ളവരായി ജീവിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ആധ്യാത്മികതയുടെ ഭാഗമായിട്ട് നമുക്ക് മാറാൻ പറ്റുക. അതല്ലാതെ ആചരണങ്ങളിലൂടെ ആരാധനാക്രമങ്ങളിലൂടെ നമുക്ക് ക്രൈസ്തവ ആധ്യാത്മികതയിൽ എത്താൻ പറ്റില്ല. ക്രൈസ്തവ ആധ്യാത്മികതയെ സഹായിക്കാനാണ് ആചാരങ്ങൾ. ആ ക്രൈസ്തവ ആധ്യാത്മികതയെ പരിപോഷിപ്പിക്കാനാണ് ആരാധനാക്രമം. ആരാധനാക്രമമല്ല അവസാന വാക്ക്. അവസാന വാക്ക് ക്രിസ്തുവാണ്. അവസാന വാക്ക് സ്നേഹമാണ്, ക്രൈസ്തവ ധാർമ്മികതയാണ്. ഇങ്ങനെ ശിഷ്യത്വത്തിന്റെ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. എല്ലാറ്റിനേക്കാളും ഉപരി നാം ശിഷ്യരാണെന്നും ക്രിസ്തുവിലാണ് ലോകത്തെ നോക്കേണ്ടതെന്നുമുള്ള ബോധ്യത്തിൽ എത്തിച്ചേരുമ്പോൾ നിശ്ചയമായിട്ടും ചുറ്റുപാടുകൾക്കകത്ത് നമുക്ക് ദൈവത്തിന്റെ സ്നേഹം പ്രകാശിപ്പിക്കുന്നവരായിട്ട് മാറാം. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, ഭൂമിയുടെ ഒപ്പാണ്. അതിന് പകരം ആരാധനാക്രമങ്ങളും ആചാരങ്ങളും ഒക്കെയാണ് പരമപ്രധാനമെന്ന് വിചാരിച്ച് കർത്താവെ കർത്താവെ എന്ന് ഉറക്കെ വിളിച്ചപേക്ഷിക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ അനീതി പ്രവർത്തിക്കുന്നവരായി കാണപ്പെടും എന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. അത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് നന്മ പ്രവൃത്തി ചെയ്തിട്ടും കാര്യമില്ല. നന്മ പ്രവൃത്തികൾ നമ്മുടേതല്ലെന്നും അത് നമ്മുടെ ധർമ്മമാണെന്നും തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അങ്ങനെ ധർമ്മമാണെന്ന ബോധ്യത്തിൽ ജീവിക്കാൻ കഴിയുമ്പോഴാണ് രണ്ട് യജമാനന്മാരില്ലാതെ ക്രിസ്തുവിനെ യജമാനനായി സ്വീകരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുക. ഇതൊരു സ്വാതന്ത്ര്യമാണ്. ഈ ഒരു അടിമത്വമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യ ബോധം നമുക്കുണ്ടാകണം. ഞാൻ ഒറ്റയല്ലെന്നും എൻ്റെ ഇഷ്ടത്തിനല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്നും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശിരസായ ക്രിസ്തുവാണെന്നും അവനിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും അവനാണ് എന്നെ നയിക്കുന്നതെന്നും ബോധ്യം ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും ഈ ലോകത്തിന്റെ എല്ലാ അസമാധാനവും നമുക്കെതിരായ എല്ലാ പ്രതികൂലങ്ങളും അപമാനങ്ങളും ഒക്കെ നിസ്സാരങ്ങളായിട്ട് മാറും. നമ്മൾ ഉദ്ധിതനോടൊപ്പമായി തീരും. അങ്ങനെ ഒരു വളർച്ചയാണ് ദൈവം നമ്മിൽ നിന്ന് അഭിലഷിക്കുന്നത്. അതിനനുസരിച്ച് ജീവിതത്തെ പ്രയോഗവൽക്കരിക്കാൻ ആത്മാവിനാൽ ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. അത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല. ഒന്ന്, നിങ്ങൾക്കിത് പ്രചരിപ്പിക്കാം, അനേകരിലേക്ക് എത്തിക്കാൻ പറ്റും, നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റും, ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സുവിശേഷത്തിന്റെ വഴിയിൽ ആധ്യാത്മികതയെ പരമപ്രധാനമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ശുശ്രൂഷകരായി മാറാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. മാത്രമല്ല, നമ്മെക്കൊണ്ടാവും വിധം ഈ പരമാർത്ഥം ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കാൻ നിങ്ങളും വിളിക്കപ്പെടുന്നു. നിങ്ങൾ ഭൂമിയുടെ ഒപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. ആ ഒരു ബോധ്യം ഹൃദയത്തിൽ നിലനിർത്തി കേവലമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അകത്തുടക്കി കിടക്കുന്ന ഒരു മതബോധത്തിന്റെ സങ്കുചിതത്വത്തിൽ നിന്ന് പുറത്തു കിടന്ന് കുറെ കൂടി സ്വതന്ത്രമായി ഹൃദയബോധ്യത്തോടെ സ്നേഹത്തിൽ വ്യാപരിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ആചാര നിഷേധിയാവാനല്ല, ആരാധനാക്രമത്തെ തള്ളിക്കളയാനല്ല, ഇതിന്റെയൊക്കെ അകക്കാമ്പായി ക്രിസ്തുവിനെ തിരിച്ചറിയാനും ക്രിസ്തുവിൽ വ്യാപരിക്കാനും നമുക്ക് കഴിയണം. ജീവിതം ക്രിസ്തുവിലായിത്തീരുക എന്നതിന് സഹായകരമായിട്ടുള്ളതാണ് ആരാധനാക്രമവും ആചാരരീതികളുമെല്ലാം. അതുകൊണ്ട് കൂദാശയിൽ അടിസ്ഥാനമിട്ട് മാമുദീസ വഴി ശിഷ്യത്വത്തിലേക്ക് പ്രവേശിച്ചു. ദൈവരാജ്യ പ്രവേശനത്തിലാണ് നമ്മളെന്ന ബോധ്യത്തോടെ ജീവിതത്തെ മുഴുവൻ മനുഷ്യപ്രകൃതത്തിൽ നിന്ന് ഭാവാത്മകമായി ദൈവബോധത്തിലേക്ക് ഉയർത്തി ജീവിക്കാൻ നമുക്കേവർക്കും കഴിയട്ടെ. അതിന് ദൈവാത്മാവിന്റെ നിരന്തരമായ തുണയും സഹായവും നമുക്കേവർക്കും ലഭ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.